ഓം ശ്രീമാത്രേ നമോ. എല്ലാവർക്കും നമസ്കാരം. കുംഭം രാശിക്കാർക്ക് മാർച്ച് 5, 6 തീയതികളിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് അറിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും അത്ഭുതപ്പെടും. ഒറ്റവാക്കിൽ പറഞ്ഞാൽ കുംഭം രാശിക്കാർക്ക് സുവർണകാലം ആരംഭിച്ചു. ഇനി നിങ്ങൾ മണ്ണ് പിടിച്ചാലും അത് സ്വർണമായി മാറും. ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. അത് ഏത് രൂപത്തിലാണ് വരുന്നതെന്ന് അറിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഞെട്ടും. നിങ്ങളുടെ വീട്ടിൽ 2 നാഗദേവതകൾ സഞ്ചരിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരാളല്ല, 2 നാഗദേവതകൾ സഞ്ചരിക്കുന്നുണ്ടെന്ന കാര്യം ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. കാരണം നാഗദേവതകൾ എങ്ങനെ സഞ്ചരിക്കുന്നു എന്നൊന്നും നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അവ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പോലും കഴിയില്ല, നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് അതെന്താണെന്ന് വെച്ചാൽ ഒരു സ്വപ്നത്തിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടിട്ടോ, അതായത് ഒരു നാഗദേവതയുടെ രൂപത്തിൽ എന്തെങ്കിലും സഞ്ചരിക്കുന്നത്, ഒരു പാമ്പിന്റെ രൂപത്തിൽ അങ്ങനെ കണ്ടിട്ട് അപ്രത്യക്ഷമാകുന്നത് പോലെയോ, ഇങ്ങനെ പല രീതിയിലും സംഭവിക്കാറുണ്ട്. പക്ഷേ നമ്മൾ അതിനെ ഒരു മിഥ്യാബോധമായി കരുതി ഉപേക്ഷിക്കാറുണ്ട്. എന്നാൽ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടതാകാം, നിങ്ങൾക്ക് സ്വപ്നത്തിൽ കണ്ടതാകാം, ഇതെല്ലാം സത്യമാണ്. നിങ്ങളുടെ വീട്ടിൽ 2 നാഗദേവതകൾ സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ ഈ വീഡിയോ കാണുന്നതിനു മുമ്പ് ഓം നാഗദേവതായ നമോ എന്ന് കമന്റ് ചെയ്യുക. വീഡിയോയ്ക്ക് ഒരു ചെറിയ ലൈക്ക് നൽകുന്നതിലൂടെ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തും. കൂടാതെ ഇത് നിങ്ങൾക്ക് ഒരു പ്രചോദനവുമാകും. കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾ ഇത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് സത്യമാണ്. കാരണം ചിലർ ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കില്ല. എന്നാൽ ദൈവം എന്നത് ഒരു വിശ്വാസമാണ്. ദൈവം ഉണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു. എന്നാൽ ആരും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. എന്നാൽ വിശ്വാസമാണ് ദൈവം. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ നാഗദേവതകൾ സഞ്ചരിക്കുന്നു എന്നതും സത്യമാണ്. എന്നാൽ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുന്നില്ല, വലിയ പ്രാധാന്യം നൽകുന്നില്ല. നിങ്ങൾ അറിയാതെ ചില തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ആ പ്രവൃത്തികൾ നാഗദേവതകളെ കോപിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ആ തെറ്റുകൾ ഒഴിവാക്കണം. അല്ലെങ്കിൽ നാഗദേവതകളുടെ കോപത്തിന് ഇരയായി ജാതകത്തിൽ സർപ്പദോഷങ്ങൾ വർദ്ധിക്കുകയും പലതരം ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഉടൻ തന്നെ ആ തെറ്റുകൾ നിർത്തുക. കാരണം ആ നാഗദേവതകൾ നിങ്ങൾക്ക് വളരെയധികം നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകളാണ് നിങ്ങൾക്ക് തടസ്സങ്ങളായി മാറുന്നത്. എന്നാൽ ആ അമ്മ നിങ്ങളെ അനുഗ്രഹിച്ചാൽ, അതായത് നിങ്ങൾ ചെയ്യുന്ന ആ തെറ്റുകൾ തിരുത്താൻ കഴിഞ്ഞാൽ, നാഗദേവതകൾ നിങ്ങൾക്ക് എപ്പോഴും തുണയായിരിക്കും. നിങ്ങളുടെ ശത്രുക്കൾ, അതായത് കുംഭം രാശിക്കാർക്ക് ശത്രുക്കളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. ശത്രുക്കൾ എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് വരേണ്ട ആവശ്യമില്ല. അയൽക്കാരും നമ്മുടെ ബന്ധുക്കളും ആകാം. സഹോദരിയുടെ രൂപത്തിൽ, അമ്മായിയുടെ രൂപത്തിൽ നമ്മൾ വിശ്വസിക്കുന്നവർ കൂടുതലായിരിക്കും. അങ്ങനെ ചിലർ നിങ്ങൾക്ക് വലിയ നഷ്ടം വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം ഈ നാഗദേവതകൾ നിങ്ങളെ കണ്ണിം ചിമ്മാതെ കാത്തുരക്ഷിക്കും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഈ ചെറിയ പരിഹാരങ്ങൾ പാലിക്കുക. നിങ്ങൾക്ക് ഒരു തിരിച്ചടിയും ഉണ്ടാകില്ല. ആ നാഗദേവതകൾ സാധാരണ ദേവതകളല്ല. നിങ്ങളുടെ ശരീരം രോമാഞ്ചം കൊള്ളിക്കുന്ന വിഷയങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ടാകും. അതുപോലെ കുംഭരാശിക്കാരുടെ വീട്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ 2 നാഗദേവതകൾ സാധാരണക്കാരല്ല. അവരെക്കുറിച്ച് അറിഞ്ഞാൽ നിങ്ങൾ വളരെ അത്ഭുതപ്പെടും. അവ അദൃശ്യ രൂപത്തിലുള്ള അത്യന്തം നാഗശക്തികളാണ്. ഇത്രയും കാലം നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മേൽ പ്രയോഗിക്കുന്ന ചിലതരം തന്ത്രപരമായ ശക്തികളെയും അതുപോലെ ചില തരം ദുഷ്പ്രയോഗങ്ങളെയും ഈ നാഗദേവതകൾ തടയുകയും അവയെ നിങ്ങളുടെ വീടിന്റെ പടിവാതിൽ പോലും തൊടാതെ ഈ നാഗദേവതകൾ ചുറ്റിപ്പറ്റുകയും ചെയ്തു. ഇത് പലർക്കും മനസ്സിലാകും. കാരണം ഈ കുംഭരാശിക്കാരുടെ മേൽ എപ്പോഴും 4 പേരുടെ കരച്ചിൽ, നരദൃഷ്ടി, അതുപോലെ ഇവർ നല്ലവരാകാൻ പോയാലും ശത്രുക്കൾ അങ്ങനെയാകുന്നത് ആകാം. ഇവരെ ആവശ്യത്തിന് ഉപയോഗിച്ച് ഇവരെ മാറ്റി നിർത്തുന്നത് ആകാം. നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറി നിങ്ങളുടെ പിന്നിൽ കുഴികൾ കുഴിക്കുന്നത് ആകാം. സ്വന്തക്കാർക്ക് ഇവരെ കാണാൻ കഴിയാത്തത് ആകാം. ഇങ്ങനെ പല രീതിയിലും കുംഭരാശിക്കാരുടെ മേൽ നെഗറ്റീവ് വളരെ കൂടുതലായിരിക്കും. നമ്മൾ ജാതകപരമായി നോക്കുകയാണെങ്കിൽ കുംഭരാശിക്കാർ വളരെ ഭാഗ്യവാന്മാരാണ്. എന്നാൽ ഈ ജനങ്ങളുടെ കരച്ചിൽ, ഈ ശത്രുക്കൾ നിങ്ങൾക്ക് ആരെല്ലാം ഉണ്ടോ നമ്മുടേതാണെന്ന് വിശ്വസിച്ച് ആരെല്ലാം ഇവരെ പിന്നിൽ നിന്ന് കുത്തുന്നുവോ, ഇങ്ങനെയുള്ളവർ കാരണം ഇവർ ജീവിതത്തിൽ പലതരം നരകമാണ് അനുഭവിക്കുന്നതെന്ന് പറയാം.
മനസ്സമാധാനത്തോടെ ജീവിക്കുക എന്നത് ഇവർക്ക് കൂടുതലും. 7 ശനിയുമായി കഴിഞ്ഞ 6-7 വർഷങ്ങളായി പലതരം ശനിദേവൻ നൽകുന്ന പ്രശ്നങ്ങളെയാണ് നേരിടുന്നത്. അതുകാരണം ഇവർ എന്തെന്നാൽ ഏത് കാര്യവും ചെയ്യണമെന്ന് വിചാരിക്കുകയും പിന്നെ നിന്നുപോകുകയും ചെയ്യുന്നത് ആകാം. മാനസിക പിരിമുറുക്കം, മാനസിക സമ്മർദ്ദം ആകാം. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഭയപ്പെടുന്നത് ആകാം. ഈയിടെയായി ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി മാനസിക പ്രശ്നങ്ങളും നിങ്ങൾക്ക് കൂടി പുറത്തു പറയാൻ കഴിയാത്ത ദുരിതങ്ങൾ അവർക്ക് ഉള്ളിൽ ഒതുക്കാൻ കഴിയാതെ അവസാനം അങ്ങനെ കിടന്നാൽ പോലും നിങ്ങൾക്ക് വരുന്ന ചിന്തകളുമായി യുദ്ധം ചെയ്ത് ഉറക്കമില്ലാത്ത രാത്രികൾ എത്ര കഴിഞ്ഞു എന്ന് ഇവർക്ക് മാത്രമേ അറിയൂ. ഇതിനാൽ ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും കാരണം ഈ കുംഭരാശിക്കാർ വളരെ അധികം കഷ്ടപ്പെടുന്നു. പുറമെ നിന്ന് കാണുന്നവർക്ക് അയ്യോ ഇവർക്ക് എന്തൊരു ഭാഗ്യമാണ്, ഇവർക്ക് സംഭവിച്ചത് പോലെ മറ്റാർക്കും സംഭവിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകളുടെ അസൂയ മാത്രം ഇവർക്ക് ധാരാളമായി ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ്. അതുപോലെ നിങ്ങൾ ഈ പ്രശ്നങ്ങൾ കാരണം ഇനിയും വളരെ അധികം ബുദ്ധിമുട്ടേണ്ടി വരും. എന്നാൽ ആ നാഗദേവതകളുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇത്രയെങ്കിലും ഉണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വലിയ തിരിച്ചടികൾ ഏൽക്കേണ്ടി വന്നേനെ. അതായത് കോടാലി കൊണ്ട് ചെയ്യേണ്ടത് നഖം കൊണ്ട് ചെയ്ത് ഈ നാഗദേവതകൾ നിങ്ങളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. എന്നാൽ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കാതെ ചില തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നാഗദേവതകൾക്ക് വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ പോലും ചെയ്യാൻ കഴിയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നാഗദേവതകൾക്ക് ദേഷ്യം വളരെ അധികം കൂടുന്നുണ്ട്. അത് സംഭവിക്കാതിരുന്നാൽ മാത്രം നിങ്ങളുടെ ചുറ്റുമുള്ള സംരക്ഷണ കവചം നിങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ആരും പറയാത്ത ഒരു വലിയ രഹസ്യം ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായി വീഡിയോ കേൾക്കുക. നിങ്ങൾക്ക് വളരെ നന്നായി മനസ്സിലാകും. ശരിക്കും ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതെന്ന് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ആരും പറയാത്ത ഒരു വലിയ രഹസ്യമാണിത്. അതുപോലെ നിങ്ങൾ സാമ്പത്തികമായും നല്ല രീതിയിൽ വളരാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് പുറത്തുവന്ന് നിങ്ങൾ കോടീശ്വരന്മാർ ആകുന്ന ദിവസങ്ങളും നിങ്ങൾക്ക് അടുത്താണെന്ന് പറയാം. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാവിയാണ്. ഇനി നിങ്ങളുടെ ഭാഗ്യവും ആഡംബരവും പ്രതാപവും കണ്ട് ആരെല്ലാം നിങ്ങളുടെ മേൽ അസൂയപ്പെടുന്നുവോ ആ ശത്രുക്കൾ മൂക്കത്ത് വിരൽ വെക്കേണ്ട ആ ഒരു വലിയ അവസ്ഥയിലേക്ക് ഈ നാഗദേവതകൾ നിങ്ങളെ എത്തിക്കാൻ പോകുന്നു. അത്രയും അത്ഭുതകരമായ കാര്യങ്ങളും ശുഭവർത്തമാനങ്ങളും നിങ്ങളെ തേടി വരുന്നുണ്ട്. നിങ്ങളുടെ ഗ്രഹഗതികളെ വിശകലനം ചെയ്താണ് ഇതെല്ലാം ചുരുക്കത്തിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം ദുരിതങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്, ഇത്രയധികം തടസ്സങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ പലതവണ ചിന്തിച്ചിട്ടുണ്ടാകും. അതിന്റെ കാരണം മാത്രം നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്നാൽ അതിന്റെ കാരണം നിങ്ങൾ ചെയ്യുന്ന ഈ ചെറിയ തെറ്റാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ഈ പാപം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എത്ര അവസരങ്ങൾ വന്നിട്ടും അത് നഷ്ടപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് പാപമാണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. മനുഷ്യനായ ശേഷം അറിഞ്ഞോ അറിയാതെയോ ചില പാപങ്ങൾ നമ്മളിൽ നിന്ന് സംഭവിക്കാറുണ്ട്. ആ പാപങ്ങളാണ് നമുക്ക് ശാപങ്ങളായി മാറുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമോ ഭയപ്പെടേണ്ട ആവശ്യമോ ഇല്ല. കാരണം അതിൽ നിന്ന് പുറത്തുവരാനുള്ള വഴിയും ഞാൻ ഇവിടെ ചുരുക്കത്തിൽ പറയാം. അതുപോലെ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ പേരിൽ ഭയങ്കരമായ പല ഗൂഢാലോചനകളും നടത്തിയിട്ടുണ്ട്. എന്നാൽ അതിനെയെല്ലാം ആ നാഗദേവത അപ്പപ്പോൾ അകറ്റി നിർത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ ദേവതകളെ ഒരു കാരണവശാലും അകറ്റി നിർത്തരുത്. കാരണം ആ നാഗദേവതകൾ നൽകിയ ഭിക്ഷ കൊണ്ടാണ് നിങ്ങൾ ഇത്രയെങ്കിലും സന്തോഷത്തോടെ ഇരിക്കുന്നത്. അത് വേണ്ടെന്ന് വെച്ച് ശ്രദ്ധിക്കാതിരുന്നാൽ ആ സന്തോഷം പോലും ഇല്ലാതാകും. ഈയിടെ കഴിഞ്ഞ് 6-7 വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ പലതരത്തിലായിരുന്നു. 1-2 വാക്കുകളിൽ പറയാൻ കഴിയാത്ത പ്രശ്നങ്ങളായിരുന്നു അത്. ഇപ്പോൾ ആ ദുരിതങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീരിൽ നിന്നും ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വലിയ സന്തോഷവാർത്തകൾ തേടിയെത്തുകയാണ്. നിങ്ങളുടെ നെറ്റിയിൽ രാജതിലകം അണിയുന്ന ദിവസങ്ങൾ അടുത്തു. നിങ്ങളുടെ കഷ്ടപ്പാടിനും നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾക്കും ഇപ്പോൾ നിങ്ങൾക്ക് ബഹുമാനവും ആദരവും ലഭിക്കാൻ പോകുന്നു. ഭാഗ്യം നിങ്ങളെ തേടി നിങ്ങളുടെ കാൽക്കൽ എത്താൻ പോകുന്നു. ആ ബ്രഹ്മാവ് തന്നെയാണ് നിങ്ങളുടെ നെറ്റിയിൽ ഈ ഭാഗ്യം എഴുതിയതെന്ന് പറയാം.
വിജയമാല നിങ്ങളുടെ കഴുത്തിൽ വീഴാൻ പോകുന്നു. ആർക്കാണോ ക്ഷമയും സഹനവും സഹിഷ്ണുതയും ഉള്ളത് അവരെ ദൈവം എല്ലാ രീതിയിലും സംരക്ഷിക്കും. അങ്ങനെയുള്ളവർക്ക് എല്ലാം നൽകും. ദൈവം നൽകാൻ തുടങ്ങിയാൽ അത് താങ്ങാൻ നമുക്ക് കഴിയില്ല. അത് ഒരു വലിയ ഭാഗ്യമായി കണക്കാക്കാം. അത്രയും മഹത്തരമായി ആ ഭാഗ്യം നൽകും. ഇപ്പോൾ ഈ കുംഭരാശിക്കാർക്ക് അത് ലഭിച്ചു. നിങ്ങൾക്ക് വരുന്ന 7 ജന്മങ്ങൾ വരെ ഓർമ്മയിൽ നിൽക്കുന്ന സന്തോഷവാർത്തകളും ഭാഗ്യവും ആ ദൈവം നിങ്ങൾക്ക് നൽകുന്നു. എന്നാൽ ഈ ചെറിയ കൈപേറിയ സത്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. 3 ദ്രോഹികളാണ് നിങ്ങളുടെ ജീവിതത്തിൽ. നമ്മൾ നേരത്തെ ശത്രുക്കൾ എന്ന് പറഞ്ഞല്ലോ. ആ ശത്രുക്കളിൽ 3 പേരുണ്ട്. ആ 3 പേരും പുറത്തുള്ളവരല്ല. അവർ നിങ്ങൾക്ക് നന്നായി അറിയുന്നവരാണ്. ഇവർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രക്തബന്ധുക്കളുടെ രൂപത്തിൽ ഒരാളുണ്ടാകും. അതുപോലെ നിങ്ങളുടെ ഭർത്താവിന്റെ ഭാഗത്തുനിന്നോ ഭാര്യയുടെ ഭാഗത്തുനിന്നോ ഒരാളുണ്ടാകും. മറ്റൊരാൾ എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഒരു വ്യക്തി നിങ്ങളെ പല രീതിയിലും ബുദ്ധിമുട്ടിക്കും. എങ്ങനെയെങ്കിലും നിങ്ങളെ അവരുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാ മനുഷ്യനും പല രീതിയിലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവർ പുറമേ വളരെ നല്ലവരായി അഭിനയിക്കും. പക്ഷേ അവർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വത്തിൽ കണ്ണുവെച്ചവരാണ് ചിലർ. അതുപോലെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ചിലർ. മറ്റു ചിലർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വളർച്ച കാണാൻ കഴിയാതെ അസൂയപ്പെടുന്നവരാണ് ചിലർ. ഇങ്ങനെ പല രീതിയിലും അവർക്ക് തക്കതായ ശ്രമങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മാനസികമായും സാമ്പത്തികമായും വളരെ ബുദ്ധിമുട്ടുന്നു. നിങ്ങളെ തകർക്കാൻ അവർ ശക്തമായി ശ്രമിക്കുന്നു. എന്നാൽ നിങ്ങൾ അവരുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ്. ഉപേക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ കുറഞ്ഞത് അകന്നു നിൽക്കുന്നത് വളരെ നല്ലതാണ്. അവർ എന്താണെന്ന് വെച്ചാൽ 4 പേരുടെ ഇടയിൽ, അതായത് നിങ്ങളുടെ മുന്നിൽ നന്നായിരിക്കും. പക്ഷേ നിങ്ങൾ മാറിപ്പോയതിനു ശേഷം 4 പേരുടെ ഇടയിൽ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായി അപമാനിച്ച് പലതും പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഉപ്പ് തിന്ന് നിങ്ങൾക്ക് തന്നെ കുത്തുകയാണെന്ന് പറയാം. നിങ്ങളുടെ കുടുംബത്തെ റോഡിൽ എപ്പോഴും തള്ളിയിടാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ വളർച്ച കണ്ട് അവർക്ക് അസൂയ സഹിക്കാൻ കഴിയുന്നില്ല. ആ ശത്രുക്കളുടെ പേരുകൾ ഏത് അക്ഷരങ്ങളിലാണ് തുടങ്ങുന്നത് എന്ന് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൽ ആദ്യത്തെ അക്ഷരം വരുന്നത് പി എന്ന വ്യക്തിയോട് സൂക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പി എന്ന വ്യക്തികൾ തീർച്ചയായും ഉണ്ടാകും. അവരോട് നിങ്ങൾ അല്പം ശ്രദ്ധിക്കുക. അടുത്ത അക്ഷരം ആർ എന്ന വ്യക്തിയോടും ശ്രദ്ധിക്കുക. അതുപോലെ ടി എന്ന പേരുള്ള വ്യക്തിയോടും നിങ്ങൾ ശ്രദ്ധിക്കുക. അവർ പുറത്തുള്ളവരാണെങ്കിൽ അവരെ നിങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. അല്ല, അത് ഒഴിവാക്കാൻ കഴിയില്ല. അവർ നിങ്ങളുടെ ബന്ധുക്കളാണ്, നമ്മുടേതാണെന്ന് കരുതുന്നവരാണെങ്കിൽ അല്പം ശ്രദ്ധിക്കുക. അവരോട് നിങ്ങളുടെ രഹസ്യങ്ങൾ ഒന്നും പറയരുത്. നിങ്ങളുടെ സന്തോഷങ്ങൾ ഒന്നും പ്രകടിപ്പിക്കരുത്. അവരോട് ശ്രദ്ധിക്കുക. ആ നാഗദേവതകളുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് അവർ ചെയ്ത പ്രയോഗങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്താതെ ഇരിക്കുന്നത്. നിങ്ങൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തുവരാൻ ഈ പരിഹാരങ്ങളും ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ ഏതെങ്കിലും തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ ഗോതമ്പ് ഉണ്ടല്ലോ, ആ ഗോതമ്പ് 2 കൈ നിറയെ എടുത്ത് അതിൽ 2 കേസരി പൂവിന്റെ ഇതളുകൾ ഇട്ട് 11 തുളസി ഇലകൾ ഇട്ട് പൊടിപ്പിക്കണം. അതായത് ഗോതമ്പ് ഒരു 2 കൈ നിറയെ, അതുപോലെ കേസരി പൂവിന്റെ ഇതളുകൾ 2 തുളസി ഇലകൾ വരുമ്പോൾ 11 ഇലകൾ ഇട്ട് ഇവയെല്ലാം നിങ്ങൾ നന്നായി പൊടിപ്പിക്കുക. ആ പൊടി കൊണ്ട് എന്ത് ചെയ്യണമെന്നാൽ, അതായത് റൊട്ടികൾ ഉണ്ടാക്കി കഴിക്കണം. അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് വെച്ചാൽ, കുംഭരാശിക്കാർക്ക് ലക്ഷ്മി ദേവി പ്രസന്നയായി നിങ്ങളുടെ വീട്ടിൽ ധനാഭിവൃദ്ധി ഉണ്ടാകുന്നതിന് കാരണമാകും. കാരണം ഗോതമ്പ് ആകാം, തുളസിയില ആകാം, 2 കുങ്കുമപ്പൂവിന്റെ ഇതളുകൾ ആകാം. ഇവയെല്ലാം നിങ്ങളുടെ ആരോഗ്യത്തെയും നിങ്ങളുടെ ജാതക ദോഷങ്ങളെയും ആരോഗ്യം വർദ്ധിപ്പിച്ച് ജാതക ദോഷങ്ങളെ ഇല്ലാതാക്കുന്നു. ഇത് നിങ്ങൾക്ക് സാമ്പത്തികമായി വളരെ നല്ല ഫലങ്ങൾ നൽകും. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ വീട്ടിൽ ധനാഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഒരു മൺപാത്രം എടുത്ത് അതിൽ ഒരു ചുവന്ന തുണി വിരിച്ച് അതിൽ ഒരു വെള്ളി നാണയമോ അല്ലെങ്കിൽ ഒരു ചെമ്പ് നാണയമോ ആകാം അതിൽ വെച്ച് അതൊരു കെട്ടാക്കി കെട്ടിവെച്ച് അതിന്മേൽ ഒരു പിടി ഗോതമ്പോ അല്ലെങ്കിൽ ഒരു പിടി അരിയോ ഇട്ട് ഈ പാത്രം നിങ്ങളുടെ വീട്ടിലെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ വെച്ച് പൂജ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങൾ നൽകും. ഇങ്ങനെ നിങ്ങൾ ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ കനകധാരാ സ്തോത്രം ചൊല്ലിക്കൊണ്ട് പൂജ ചെയ്യുക. കനകധാരാ സ്തോത്രം ചൊല്ലുന്നത് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നൽകും. അതുപോലെ ശനി രാഹു ഗ്രഹങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി മാറും.
അതുപോലെ കുംഭരാശിയുടെ അധിപൻ ശനി ഭഗവാനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം എന്നാൽ ആർക്കെങ്കിലും പന്തിലേക്ക്, അതായത് ഒരു ബ്രാഹ്മണനെ കണ്ട് കറുത്ത എള്ള് ഒരു കറുത്ത് തുണിയിൽ കെട്ടി കറുത്ത് എള്ള് അദ്ദേഹത്തിന് ദാനമായി നൽകുക. അങ്ങനെ ചെയ്യുന്നത് ശനി ദോഷങ്ങൾ കുറയ്ക്കും. അതുപോലെ കാക്കകൾക്കോ അല്ലെങ്കിൽ നായ്ക്കൾക്കോ റൊട്ടികളോ ബിസ്ക്കറ്റുകളോ അതുപോലെ ഉഴുന്നുമായി ബന്ധപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളോ നൽകുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ശനി ദോഷങ്ങൾ പൂർണ്ണമായും കുറയ്ക്കും. അതുപോലെ അരയാൽ മരത്തിന്റെ ചുവട്ടിൽ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 11 മണിക്ക് പശുവിൻ നെയ്യ് ഉപയോഗിച്ച് ദീപം കൊളുത്തുക. അങ്ങനെ ചെയ്യുന്നത് അരയാൽ മരത്തിൽ വിഷ്ണുമൂർത്തി വസിക്കുന്നു എന്നതുകൊണ്ടാണ്. അരയാൽ മരം ഒരു ദേവതാ വൃക്ഷമായതുകൊണ്ട് അത് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നൽകും. ഇതിലൂടെ രാഹുവിന്റെ സ്വാധീനം കുറയുകയും നിങ്ങളുടെ കാര്യങ്ങളിലെ തടസ്സങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുകയും ചെയ്യും. നിങ്ങൾക്ക് സൗകര്യപ്പെടുമ്പോൾ ഈ പരിഹാരം തീർച്ചയായും ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ദേഷ്യവും ആവേശവും ഉണ്ടെങ്കിൽ, അതായത് മറ്റുള്ളവ നിങ്ങൾക്ക് ചിലർ അനുകൂലമായിരുന്നിട്ടും ഇവർ നമുക്ക് എന്തെങ്കിലും ദോഷം ചെയ്യാൻ ശ്രമിക്കുകയാണോ എന്ന് ചിലപ്പോൾ നിങ്ങൾ നല്ലതിനെ പോലും സംശയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. എല്ലാവരും അങ്ങനെയായിരിക്കില്ല. ജീവിതത്തിൽ നല്ലതും ചീത്തയും രണ്ടും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. അതുപോലെ എല്ലാവരെയും സംശയിക്കണമെന്നും പറയുന്നില്ല. ആരാണ് എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് വഴി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സംശയിക്കേണ്ടവരെ സംശയിക്കണം. അതുപോലെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ജനങ്ങളോട് കുറച്ച് ശ്രദ്ധയോടെ പെരുമാറുക. അതുപോലെ നിങ്ങൾ ദേഷ്യവും ആവേശവും കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് അത് വളരെ നല്ലതാണ്. അതുപോലെ കുടുംബാംഗങ്ങളുടെ കാര്യത്തിലും ശ്രദ്ധിക്കുക. അതായത് അമിതമായ സ്നേഹം, അതായത് എന്റെ ഭാര്യയാണെന്നോ അല്ലെങ്കിൽ എന്റെ ഭർത്താവാണെന്നോ അല്ലെങ്കിൽ എന്റെ കുട്ടികളാണെന്നോ പറഞ്ഞ് അമിതമായ സ്നേഹം വച്ചു പുലർത്തരുത്. കാരണം കുടുംബത്തോട് സ്നേഹം വേണം, വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ അതിനും ഒരു അതിര് വേണം. അമിതമായാൽ അവസാനം അത് അവരുടെ കൈകൊണ്ട് തന്നെ വാക്കുകൾ കേൾക്കേണ്ട അവസ്ഥ വരും. അതുപോലെ ബന്ധങ്ങൾ ദുർബലമാകാനുള്ള സാധ്യതയും ഉണ്ടാകും. അതുകൊണ്ട് ശ്രദ്ധ അത്യാവശ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. ആ നാഗദേവതകൾ നിങ്ങളെ എപ്പോഴും സംരക്ഷിക്കും. നിങ്ങൾക്ക് അടുത്ത് നാഗേന്ദ്ര സ്വാമിയുടെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ഇരട്ട നാഗങ്ങളുടെ വിഗ്രഹത്തിന് അല്ലെങ്കിൽ നിങ്ങൾ പുറ്റിൽ പാൽ ഒഴിക്കുക. ഈ ഇരട്ട നാഗങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് പാലുകൊണ്ട് അഭിഷേകം ചെയ്ത് മഞ്ഞളും കുങ്കുമവും ചാർത്തി ആ ഇരട്ട നാഗങ്ങളുടെ വിഗ്രഹങ്ങളുടെ വാലുകളുടെ അടുത്ത് എരിക്കിന്റെ ഇലയിൽ ഒരു ചെറിയ ശർക്കര കഷ്ണം നിവേദ്യമായി വെച്ച് നാഗദേവതകളെ മനസ്സുരുകി നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിലെ നാഗസർപ്പ ദോഷങ്ങൾ കുറയുകയും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഐക്യം വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, മാനസിക സമ്മർദ്ദം, വാഹന മൃത്യുദോഷങ്ങൾ എന്നിവയെല്ലാം പൂർണ്ണമായും ഒഴിവാകുകയും നിങ്ങൾക്ക് എല്ലാം അനുകൂലമാകുകയും ചെയ്യും. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും വെള്ളിയാഴ്ച ഒരു മൺപാത്രം എടുത്ത് അതിൽ ഒരു ചുവന്ന വസ്ത്രം വെച്ച് അതിൽ ഒരു വെള്ളി നാണയം അല്ലെങ്കിൽ ചെമ്പ് നാണയം ആകാം അതിൽ വെച്ച് അതിനെ ഒരു കെട്ടാക്കി വെച്ച് അതിന്മേൽ ഒരു പിടി ഗോതമ്പ് അല്ലെങ്കിൽ ഒരു പിടി അരി ഇട്ട് ഈ പാത്രം നിങ്ങളുടെ വീട്ടിലെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ വെച്ച് നിങ്ങൾ പൂജ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങൾ ലഭിക്കും. ഇങ്ങനെ നിങ്ങൾ ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ കനകധാര സ്തോത്രം ചൊല്ലി പൂജ ചെയ്യുക. കനകധാര സ്തോത്രം ചൊല്ലുന്നത് വഴി നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. അതുപോലെ ശനി രാഹുവിന്റെ ഗ്രഹങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി മാറും. അതുപോലെ കുംഭരാശിക്കാർക്ക് അധിപൻ ശനി ഭഗവാനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ആർക്കെങ്കിലും ഒരു പണ്ഡിതൻ, അതായത് ഒരു ബ്രാഹ്മണനെ കണ്ട് കറുത്ത എള്ള് ഒരു കറുത്ത് വസ്ത്രത്തിൽ കെട്ടാക്കി കറുത്ത എള്ള് അദ്ദേഹത്തിന് ദാനമായി നൽകുക. അങ്ങനെ ചെയ്യുന്നത് വഴി ശനി ദോഷങ്ങൾ കുറയും. അതുപോലെ കാക്കകൾക്ക് അല്ലെങ്കിൽ നായ്ക്കൾക്ക് അല്ലെങ്കിൽ റൊട്ടികൾ അല്ലെങ്കിൽ ബിസ്ക്കറ്റുകൾ അതുപോലെ ഉഴുന്നുകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുന്നത് വഴി നിങ്ങളുടെ ജാതകത്തിലെ ശനി ദോഷങ്ങൾ പൂർണ്ണമായും കുറയും. അതുപോലെ അരയാൽ മരത്തിന്റെ ചുവട്ടിൽ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 11 മണിക്ക് പശുവിൻ നെയ്യ് കൊണ്ട് ദീപം കൊളുത്തുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ അരയാൽ മരത്തിൽ നമുക്ക് വിഷ്ണു ഭഗവാൻ കുടികൊള്ളുന്നു. അരയാൽ മരം ഒരു ദേവതാ വൃക്ഷമായതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. ഇത് രാഹുവിന്റെ പ്രഭാവം കുറയ്ക്കുകയും നിങ്ങളുടെ കാര്യങ്ങളിലെ തടസ്സങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് സൗകര്യപ്പെടുമ്പോൾ ഈ പരിഹാരം തീർച്ചയായും ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക്
കുറച്ച് ദേഷ്യവും ആവേശവും ഉണ്ടെങ്കിൽ, അതായത് ചിലർ നിങ്ങളോട് അനുകൂലമായി പെരുമാറിയാലും ഇവർ നമുക്ക് എന്തെങ്കിലും ദോഷം ചെയ്യാൻ ശ്രമിക്കുകയാണോ എന്ന് ചിലപ്പോൾ നിങ്ങൾ നല്ലതിനെ പോലും സംശയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. എല്ലാവരും അങ്ങനെയായിരിക്കില്ല. ജീവിതത്തിൽ നല്ലതും ചീത്തയും രണ്ടും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും കണ്ണടച്ചു വിശ്വസിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. അതുപോലെ എല്ലാവരെയും സംശയിക്കണമെന്നും പറയുന്നില്ല. ആരാണ് എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് വഴി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സംശയിക്കേണ്ടവരെ സംശയിക്കണം. അതുപോലെ എല്ലാവരെയും കണ്ണടച്ചു വിശ്വസിക്കരുത്. ജനങ്ങളോട് അല്പം ശ്രദ്ധയോടെ പെരുമാറുക. അതുപോലെ നിങ്ങൾ ദേഷ്യവും ആവേശവും കുറയ്ക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ കുടുംബാംഗങ്ങളുടെ കാര്യത്തിലും ശ്രദ്ധിക്കുക. അതായത് അമിതമായ സ്നേഹം, എന്റെ ഭാര്യയാണെന്നോ എന്റെ ഭർത്താവാണെന്നോ അല്ലെങ്കിൽ എന്റെ കുട്ടികളാണെന്നോ പറഞ്ഞ് അമിതമായ സ്നേഹം വച്ചു പുലർത്തരുത്. കാരണം കുടുംബത്തോട് സ്നേഹം വേണം, അത് പാടില്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിനും ഒരു അതിരുണ്ടാകണം. അതിരുവിട്ടാൽ അവസാനം അത് അവരുടെ കൈകളാൽ വാക്കുകൾ കേൾക്കേണ്ടി വരുന്ന സാഹചര്യം വരും. അതുപോലെ ബന്ധങ്ങൾ ദുർബലമാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധ അത്യാവശ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആ നാഗദേവതകൾ നിങ്ങളെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അടുത്ത് നാഗേന്ദ്ര സ്വാമിയുടെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ഇരട്ട നാഗങ്ങളുടെ വിഗ്രഹത്തിന് അല്ലെങ്കിൽ നിങ്ങൾ പുറ്റിൽ പാൽ ഒഴിക്കുകയോ ചെയ്യുക. ഈ ഇരട്ട നാഗങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് പാലുകൊണ്ട് അഭിഷേകം ചെയ്ത് മഞ്ഞളും കുങ്കുമവും ചാർത്തി ആ ഇരട്ട നാഗങ്ങളുടെ വിഗ്രഹങ്ങളുടെ വാലുകളുടെ അടുത്ത് എരിക്കിന്റെ ഇലയിൽ ഒരു ചെറിയ ശർക്കരക്ഷണം നൈവേദ്യമായി വച്ച് നാഗദേവതകളെ മനസ്സുരുകി നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നാഗസർപ്പ ദോഷങ്ങൾ കുറയ്ക്കുകയും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഐക്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, മാനസിക സമ്മർദ്ദം, വാഹന മൃത്യുദോഷങ്ങൾ എന്നിവയെല്ലാം പൂർണ്ണമായും ഒഴിവാകുകയും നിങ്ങൾക്ക് എല്ലാം അനുകൂലമാകുകയും ചെയ്യും. അതുപോലെ നിങ്ങൾ ഞായറാഴ്ചയോ ചൊവ്വാഴ്ചയോ പുട്ടിൽ പാൽ ഒഴിക്കുകയോ ഈ ഇരട്ട നാഗപ്രതിമകൾക്ക് പൂജ ചെയ്യുകയോ പോലുള്ള ചില പൂജകൾ ചെയ്യുന്നത് തുടരുക. അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാം നല്ലതാക്കും. ഇവയെല്ലാം നിങ്ങൾ ആദ്യം വീടും പരിസരവും വൃത്തിയാക്കി തലകുളിച്ച് നല്ല മനസ്സോടെ ചെയ്യണം. ഭാര്യയും ഭർത്താവും ആ ദിവസം ബ്രഹ്മചര്യം പാലിക്കണം. അതുപോലെ നോൺ വെജ് അത്തരം സമയങ്ങളിൽ കഴിക്കരുത്. അതുപോലെ സ്ത്രീകൾക്ക് ആർത്തവമുള്ള സമയത്ത് ഇത്തരം പരിഹാരങ്ങൾ ചെയ്യരുത്. ഇത്തരം നിയമങ്ങൾ നിങ്ങൾ പാലിച്ച് നന്നായി ചെയ്യുക. നിങ്ങൾക്ക് വയലുകളിലോ വീടുകൾക്ക് സമീപമോ നാഗദേവതകളെ കണ്ടാൽ അവയെ ഉപദ്രവിക്കരുത്. അവയെ ഉപദ്രവിക്കുന്നത് നിങ്ങളുടെ ജാതകത്തിൽ നാഗസർപ്പ ദോഷങ്ങൾ വർദ്ധിപ്പിക്കും. അവയെ അവയുടെ വഴിക്ക് വിടുക. പോയിക്കൊള്ളും. അതിനാൽ ഇതെല്ലാം നിങ്ങൾ സന്തോഷിക്കേണ്ട കാര്യമാണ്. അതായത് ആ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക്, നിങ്ങളുടെ നന്മയ്ക്ക്, സ്വപ്നത്തിൽ പോലും ആരുടെയും തിന്മ ആഗ്രഹിക്കാത്തവരായതുകൊണ്ട് ആ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ട്. നിങ്ങൾക്ക് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. നിങ്ങൾ സന്തോഷിക്കേണ്ട കാര്യങ്ങൾ പറയാം. വരാനിരിക്കുന്ന 4 ദിവസങ്ങളിൽ, അതായത് മാർച്ച് 5, 6, 7, 8 തീയതികളിൽ ഇത്തരം മഹത്തായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് സാമ്പത്തികമായി നല്ലതായിരിക്കും. അപ്രതീക്ഷിത ധനലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ രാശിക്കാർക്ക് ശുഭസൂചനകൾ കാണുന്നുണ്ട്. സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കും. മേലധികാരികളിൽ നിന്ന് നിങ്ങൾക്ക് പിന്തുണ ലഭിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല അംഗീകാരം ലഭിക്കും. എന്നാൽ നിങ്ങളുടെ രാശിയിൽ ശനി, കുജൻ, രാഹു എന്നിവരുടെ സംയോജനം കാരണം അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെലവുകളുടെ കാര്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ്. അതുപോലെ ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് സമ്മർദ്ദമോ ദേഷ്യമോ വർദ്ധിക്കാം. യാത്രകളിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകാഗ്രത വളരെ ആവശ്യമാണ്. നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ക്ഷമയോടെ പെരുമാറുന്നത് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. കുംഭരാശിക്കാർക്ക് നിലവിൽ 7 ശനിയുടെ അവസാന ഘട്ടമാണ് നടക്കുന്നത്. ഇതിന്റെ സ്വാധീനം കുറയ്ക്കാനും നല്ല ശുഭഫലങ്ങൾ ലഭിക്കാനും ഞങ്ങൾ ഇപ്പോൾ പറയുന്ന ഈ പരിഹാരങ്ങൾ അനുഷ്ഠിക്കുക. എല്ലാ ദിവസവും അല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ ശിവലിംഗത്തിന് ജലാഭിഷേകം ചെയ്യുന്നത് നിങ്ങൾക്ക് മാനസിക സമാധാനം നൽകും. ഓം നമോ ശിവായ എന്ന ശിവ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് നിങ്ങൾക്ക്
വളരെയധികം പ്രയോജനം ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് രാഹുവിന്റെ സ്വാധീനം കാരണം ഉണ്ടാകുന്ന ആശയക്കുഴപ്പം ഒഴിവാക്കാൻ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ദുർഗാദേവിയെ ആരാധിക്കണം. അതുപോലെ നിങ്ങളുടെ ശനിയുടെ സ്വാധീനം കുറയ്ക്കാൻ എല്ലാ ദിവസവും വൈകുന്നേരം ഹനുമാൻ ചാലിസ് പാരായണം ചെയ്യുക. ആഞ്ജനേയ സ്വാമിക്ക് സിന്ദൂര പൂജ നടത്തുന്നത് ഉത്തമമാണ്. അതുപോലെ ശനിയാഴ്ച ദിവസം പാവപ്പെട്ടവർക്ക് ഭക്ഷണമോ കറുത്ത എള്ളോ ദാനം ചെയ്യുന്നത് നിങ്ങളുടെ ദോഷങ്ങൾ നീങ്ങി ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ ഒരു തീരുമാനവും തിടുക്കപ്പെട്ട് എടുക്കാതെ 1-2 തവണ ആലോചിച്ച് മുന്നോട്ട് പോകുക. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ച് ഈ പരിഹാരങ്ങൾ അനുഷ്ഠിക്കുക. അതുപോലെ ഞങ്ങൾ പറഞ്ഞ പേരുകളുള്ള വ്യക്തികളോടും ആ ശത്രുക്കളോടും വളരെ ശ്രദ്ധയോടെ പെരുമാറുക. നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ എല്ലാം നല്ലത് മാത്രമേ സംഭവിക്കൂ. മനസ്സിലായല്ലോ കുംഭരാശിക്കാർക്ക്? വരും 4 ദിവസങ്ങളിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന വലിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ നിങ്ങളുടെ ജീവിതം എന്താണ്? നിങ്ങളുടെ ഭാഗ്യം എന്താണ്? ആ നാഗദേവതകൾ ആരാണ്? ശത്രുക്കൾ ആരാണ്? ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് നൽകുന്നതിലൂടെ കൂടുതൽ കുംഭരാശിക്കാർക്ക് ഇത് എത്താനും അവർക്കും പ്രയോജനപ്പെടുത്താനുള്ള അവസരം നിങ്ങൾ നൽകുന്നവരാകും. നമ്മൾ ഒരാൾക്ക് നല്ലത് ചെയ്യുമ്പോൾ ആ ദൈവം നമ്മളെ തീർച്ചയായും ഏതെങ്കിലും ഒരു രൂപത്തിൽ സഹായിക്കും. അതുവഴി നമ്മൾക്ക് നല്ലത് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ആ നാഗദേവതകളുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്കെല്ലാം നല്ലത് സംഭവിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പങ്കുവെക്കുക. അതുപോലെ ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. നന്ദി.